ഹായ് വെൽക്കം ബാക്ക്. ഇന്ന് വന്നിട്ടുള്ളത് ചെറിയൊരു ഹോം ടൂറായിട്ടാണ്. ഇവിടുത്തെ വീടിൻ്റെ അല്ല കേട്ടോ, ദുബായിലത്തെ ഫ്ലാറ്റിൻ്റെ ഹോം ടൂറായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും പിന്നെ കമൻറ്റ് ചെയ്യാനും ഒന്നും മറന്നു പോകരുത്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം. രാവിലെ ഒരു 7 മണിയെല്ലാം ആയപ്പോഴാട്ടാ എത്തിയിട്ടുണ്ടായിരുന്നത്. എമിറേറ്റ്സിൻ്റെ ഫ്ലൈറ്റ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ഒരു 7 മണിയൊക്കെ ആയപ്പോഴാണ് ഫ്ലാറ്റിലെത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത് ലിവിങ് റൂമാട്ടാ. ലിവിങ് റൂമിൻ്റെ അവിടുന്ന് ഒരു ചെറിയൊരു ബാൽക്കണി, ചെറുതല്ല കേട്ടോ, അത്യാവശ്യം വലിപ്പമുണ്ട് ഇതിന്. അപ്പോൾ ഇതിൻ്റെ ഇവിടുന്ന് പുറത്തേക്ക് നോക്കുകയാണെങ്കിൽ നല്ല ഭംഗിയാട്ടാ. രാത്രിയൊക്കെ ആകുമ്പോൾ ഈ ബിൽഡിങ്സിലൊക്കെ ലൈറ്റ് ഉണ്ടായിട്ട് നല്ല ഭംഗിയാട്ടാ. ഇപ്പോൾ അവിടെ കുറച്ച് കൺസ്ട്രക്ഷനൊക്കെ നടക്കുന്ന കാരണം കുറച്ചൊരു ഒച്ചയൊക്കെ ഉണ്ട് ഇത് തുറന്നു കഴിഞ്ഞാൽ. പക്ഷേ അങ്ങനെ ഭയങ്കരമായിട്ടുള്ള ഒച്ചയൊന്നുമില്ല. നമുക്ക് ബുർജ് ഖലീഫിൻ്റെ വ്യൂ അല്ല കേട്ടോ. ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റിൽ ഉള്ള ഫ്ലാറ്റിലാണെങ്കിൽ അവരുടെ ബാൽക്കണി തുറക്കുമ്പോൾ അവർക്ക് നേരെ ബുർജ് ഖലീഫയൊക്കെ കാണാൻ പറ്റും കേട്ടോ. ഇത് നേരെ ഓപ്പോസിറ്റ് സൈഡിലുള്ള ഇതായിരുന്നു. പിന്നെ ലിവിങ് റൂമിൻ്റെ അവിടുന്ന് നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് ഡൈനിങ് ടേബിൾ വരിക. അവിടെ ഒരു ഡൈനിങ് ടേബിൾ ഇട്ടിട്ടുണ്ട്. പിന്നെ ഒരു കിച്ചണും ഉണ്ട് കേട്ടോ, ചെറിയൊരു കിച്ചണും കൂടിയിട്ട് ഉണ്ട്. പിന്നെ കിച്ചൻ്റെ ഒരു സൈഡിലായിട്ട് ഇതാ വാഷിംഗ് മെഷീൻ വെച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ പിന്നെ ഈ വാക്യൂം ക്ലീനറും മൂപ്പൊക്കെ ഇല്ലേ, വല്ലപ്പോഴെല്ലാം എടുക്കുള്ളൂ. അപ്പോൾ അത് അവിടെ അങ്ങനെ വെച്ചിട്ടുണ്ട്. അതിന് ഉള്ളിലായിട്ട് ആ ഒരു സ്പേസിൽ അങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ട് ആണ് ബെഡ്റൂം വരിക. ഇതിൽ ഒരു കിങ് സൈസ് ബെഡായിട്ടായിട്ട് ഇട്ടിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതിൻ്റെ ഇവിടുന്ന് ഒരു വിൻഡോ ഉണ്ട്, വലിയൊരു വിൻഡോ ഉണ്ട്. അതൊന്ന് തുറന്നാലും പുറത്തേക്കുള്ള ആ ഒരു ബാൽക്കണിയിൽ നിന്ന് നേരത്തെ കാണിച്ചില്ലേ, ആ ഒരു വ്യൂ തന്നെയാണ് കാണാം. പിന്നെ ഒരു വാഷിംഗ് മെഷീൻ്റെ ഇപ്പുറത്തായിട്ട് കിച്ചണിലൊരു ചെറിയൊരു ഫ്രിഡ്ജ് ഉണ്ട് കേട്ടോ. ഇതിലൊന്നുമില്ല ഇപ്പോൾ. ഇനിയിപ്പോൾ ഫ്രൂട്ട്സ് കാര്യങ്ങളൊക്കെ വാങ്ങിച്ച് വെക്കാനുണ്ട്. ഞാനിപ്പോൾ താഴേന്ന് കോഫി കുടിക്കാൻ പോയവരും വാങ്ങിച്ചിട്ടുള്ള ഒരു 3 കുപ്പി വെള്ളം മാത്രമേ ഇപ്പോൾ ഇതിലേക്കുള്ളൂ. പിന്നെ ഞാൻ പഴയൊരു അച്ചാറിൻ്റെ കുപ്പി ഉണ്ട്. അച്ചാർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അത് കാരണം അച്ചാർ എപ്പോഴും എവിടെ പോയാലും എൻ്റെ കയ്യിൽ ഉണ്ടാവും. അപ്പോൾ ഇതൊരു പഴയ കുപ്പി, അതങ്ങനെ ഫ്രിഡ്ജിലുണ്ട്. പിന്നെ കിച്ചൻ്റെ ഈ ഒരു സൈഡിലായിട്ടൊരു സിങ്ക് ഉണ്ട്. പിന്നെ കുറച്ച് എന്താ പറയുക, ടോസ്റ്ററും കോഫി മേക്കറും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. ഇങ്ങനെയുള്ള നമ്മുടെ പെട്ടെന്ന് ആവശ്യത്തിനുള്ള സാധനങ്ങൾ മാത്രമായിട്ടാണ് ഉള്ളത്. അങ്ങനെ അത്യാവശ്യത്തിന് വേണ്ടുന്ന സാധനങ്ങളൊക്കെ ഈ ഒരു കൗണ്ടർ ടോപ്പുമ്പോൾ വച്ചിട്ടുള്ളത്. പിന്നെ മുകളിലുള്ള ഈ ഒരു കബോർഡിലൊക്കെ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇല്ലേ, കപ്പുകളൊക്കെ ഇല്ലേ, അത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്പുറത്തായിട്ട് പഞ്ചസാരയും കോഫി പൗഡറും ചായപ്പൊടി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അങ്ങനെ പിന്നെ ഇനിയിപ്പോൾ ഇപ്പുറത്തെ സൈഡിൽ ഈ ഒരു കബോർഡിൽ പ്ലേറ്റ്സ് ഒക്കെ വെച്ചിട്ടുള്ളത്. ഒത്തിരി പ്ലേറ്റ്സ് ഒന്നും ഇല്ല കേട്ടോ, അത്യാവശ്യത്തിനുള്ളത് മാത്രമേ ഉള്ളൂ. അങ്ങനെ പ്ലേറ്റ്സ് ഒക്കെ ആ ഒരു ഭാഗത്തായിട്ട് വെച്ചിട്ടുണ്ട്. താഴെയുള്ള ഈ ഒരു ഡ്രോയറിൽ സ്പൂണും ഫോക്കും നൈഫും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് വെച്ചിട്ടുള്ളത്. പിന്നെ ഇതുപോലെയുള്ള കത്തിയും കാര്യങ്ങളും താഴെ വെച്ചിട്ടുണ്ട്. അതുപോലെ ഏറ്റവും താഴെയായിട്ട് നമ്മുടെ ഈ അവനിലേക്ക് വേണ്ടുന്ന ഗ്ലൗ ഒക്കെ ഇല്ലേ, അങ്ങനെയുള്ള സാധനങ്ങളാട്ടാണ് വെച്ചിട്ടുള്ളത്. ഈ ഒരു ഭാഗത്ത് പാനൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഒത്തിരി പാനൊന്നുമില്ല, അത്യാവശ്യത്തിന് വേണ്ടുന്ന കാര്യങ്ങൾ മാത്രമാണ് ഇതിലുള്ളൂ. അപ്പോൾ അതൊക്കെ കൂടിയിട്ട് എടുത്ത് ഇവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ട് ഓർഗനൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെയൊക്കെ ഇങ്ങനെ ടിഷ്യൂ ബാലൻസ് ഉള്ളതൊക്കെ ഇല്ലേ, അങ്ങനത്തെ സാധനങ്ങളൊക്കെ ആയിട്ടാണ് വെച്ചിട്ടുള്ളത്. ഇതൊരു വലിയ ഹോം ടൂറൊന്നും അല്ല, എനിക്ക് അറിയുന്ന പോലെ ഒന്ന് ജസ്റ്റ് എടുത്തുന്നേ ഉള്ളൂ. പിന്നെ ഇനിയിപ്പോൾ കുറച്ച് തുണി അലക്കാനിടാനുണ്ടായിരുന്നു, ഒന്ന് കഴുകിയിടാന്ന് വെച്ചിട്ട്. ഫ്ലൈറ്റിലിട്ടിട്ടുള്ള ഇതൊക്കെ ഒന്ന് കഴുകിയിടാൻ, പുറത്ത് നല്ല വെയിലുണ്ടല്ലോ. അപ്പോൾ ഇപ്പോൾ അലക്കിയിട്ട് ഇടുകയാണെങ്കിൽ വേഗം ഉണങ്ങി കിട്ടും. അപ്പോൾ അത് കാരണം ഞാൻ ആദ്യം തന്നെ എന്താ പറയുക, തുണിയൊക്കെ ഒന്ന് കഴുകാനിടാണ്. പിന്നെ ഇനിയിപ്പോൾ കാണിക്കുന്നത് വൈകുന്നേരത്തെ കാര്യങ്ങളാണ്. ഉച്ചയ്ക്ക് ലഞ്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു പുറത്ത് പോയിട്ട്. പിന്നെ ഇതിപ്പോൾ പൂളിൻ്റെ അവിടേക്ക് വന്നതാട്ടാ, ഒന്ന് ഫ്രഷ് ആവാന്ന് വെച്ചിട്ട് ഹസ്ബൻഡിനൊന്ന് സ്വിം ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ വന്നതാണ്. അപ്പോൾ ഇവിടെ ഇല്ലേ കണ്ട, ഇവിടെ പൂളിൻ്റെ അവിടെ ഇങ്ങനെ ഇരുന്നിട്ടുണ്ടെങ്കിൽ കറക്റ്റായിട്ട് ബുർജ് ഖലീഫ കാണാൻ പറ്റൂട്ടാ. രാത്രിയാകുമ്പോൾ നല്ല ഭംഗിയാണ്, ലൈറ്റൊക്കെ ഇട്ടിട്ടുണ്ടാവുമല്ലോ. പകൽ കാണുന്നതിനേക്കാളും ബുർജ് ഖലീഫ രാത്രി കാണുമ്പോൾ നല്ല ഭംഗിയല്ലേ, ഓരോ കളറിലെ ലൈറ്റും ഒക്കെ ഉണ്ടാവുമല്ലോ.
പിന്നെ ഉണ്ടല്ലോ, ഈ ഒരു വീഡിയോ ഞാൻ പെട്ടെന്ന് വോയിസ് ഓവർ കൊടുത്ത ഒരു വീഡിയോ ആയിരുന്നു. അപ്പോൾ എന്തെങ്കിലും ഇറിറ്റേഷൻ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ, ക്ലിയർ അല്ലാതെയൊക്കെ ഉണ്ടെങ്കിൽ സോറി. ഇതിപ്പോൾ ഇത് അപ്പാർട്ട്മെൻറ്റിൻ്റെ താഴെയുള്ള ഒരു സ്ഥലമായിരുന്നു. ഇവിടുന്ന് ഇറങ്ങിയിട്ട് ഒരു 2-3 മിനിറ്റ് ലെഫ്റ്റിലേക്ക് നടന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബുർജ് ഖലീഫയും ദുബായ് മോളും അങ്ങനെയുള്ള സ്ഥലത്തേക്ക് എത്തും. അപ്പോൾ ഇത് ഡൗൺ ടൗണിലാട്ടോ ഈ ഒരു അപ്പാർട്ട്മെൻറ്റ് ഉള്ളത്. പിന്നെ ഞാനിപ്പോൾ ഡിന്നർ കഴിക്കാൻ വേണ്ടിയിട്ടൊക്കെ വന്നാണെങ്കിലും ഞാൻ ഈ ഒരു കോഫി ഷോപ്പിൽ നിന്ന് കോഫി കുടിക്കാനും വേണ്ടിയിട്ടും കൂടെ ആണ് കേട്ടോ മെയിനായിട്ട്. ഞാനിതിവിടെ ദുബായിൽ വരുമ്പോഴൊക്കെ ഞാൻ കുടിക്കലുണ്ട് ഈ ഒരു കോഫി. എന്താ പറയുക, ഭയങ്കര ടേസ്റ്റായിട്ടോ. ഇവരുടെ ഒരു കോഫി ഉണ്ട്, ഒരു കോൾഡ് കോഫി ഉണ്ട്. ഈ ഒരു ഇതാട്ടോ ഷോപ്പിൻ്റെ പേര്. അപ്പോൾ അവിടുത്തെ ആ ഒരു ടപ്പിയോക്ക പേൾസൊക്കെ ഇട്ടിട്ടുള്ള ഒരു കോഫി ഉണ്ട്, ക്രീമൊക്കെ ചേർത്തിട്ടുള്ള, വിപ്പിംഗ് ക്രീമൊക്കെ ഇട്ടിട്ടുള്ളത്. അപ്പോൾ അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇവർ രണ്ടുപേരും മാറി മാറി ട്രൈ ചെയ്യും കേട്ടോ ഓരോ തവണയും. പക്ഷെ ഞാൻ എപ്പോഴും ഒരു ഫ്ലേവർ തന്നെയാണ് വാങ്ങിക്കുക. എനിക്കത് ഭയങ്കര ഇഷ്ടമായിട്ട്. പിന്നെ തിരിച്ച് ഫ്ലാറ്റിലെത്തിയിട്ടുണ്ടായിരുന്നു. ഇതായിരുന്നു ഫ്ലാറ്റിൻ്റെ ബാൽക്കണിയിൽ നിന്നുള്ള നൈറ്റ് വ്യൂ. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ ഒരു വീഡിയോയിലുള്ളത്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ചെറിയൊരു വീഡിയോ ആയിരുന്നു. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും കമൻറ്റും ചെയ്യാൻ മറക്കല്ലേ. പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ആഴ്ച വീണ്ടും വരാം. താങ്ക് യു, ബൈ.